ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണത്തിനു പിന്നിൽ ഇസ്രയേലാണെന്ന സംശയം ഉയരുമ്പോഴും അതിന് ബലമേകുന്ന തെളിവുകളൊന്നും ഇതേവരെ പുറത്തു വന്നിട്ടില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ലളിതമായ യുക്തി മാത്രം. പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലുമായി റൈസി സ്ഥിരമായി കൊമ്പുകോർത്തിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ 300-ലധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിലേക്ക് അയച്ചുള്ള ആക്രമണം നടത്തിയത് റൈസിയുടെ അനുവാദത്തോടെയായിരുന്നു. പാശ്ചാത്യ ശക്തികളോട് എതിർത്തു നിൽക്കുന്ന സിറിയയുമായും പലസ്തീൻ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ലെബനണിലെ ഹിസ്ബുള്ളയുമായും ഇറാൻ മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ചതും റൈസിയുടെ നിലപാടിന്റെ ഭാഗം തന്നെ. ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്ത് റൈസി തുടരുന്നത് അപകടമാണെന്ന് ഇസ്രയേലിനും അമേരിക്കക്കും നന്നായിട്ടറിയാം. ഇതാണ് സംശയമുന ഇസ്രയേലിന് നേർക്ക് നീളാനുള്ള പ്രധാന കാരണം. അതേസമയം തന്നെയും താൻ ഇറാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മതാധിഷ്ഠിത നയങ്ങളെയും എതിർത്തവർക്കെല്ലാം നിഷ്കരുണം മരണം വിധിച്ച ഇബ്രാഹിം റൈസിയുടെ അപകട മരണം അതിന് പിന്നിൽ ആരാണെങ്കിലും ഒരു കാവ്യനീതി എന്ന പോലെ ഇറാനിലെ പുരോഗമനവാദികൾ കണക്കാക്കുകയാണ്. എതിരാളികൾക്ക് മരണശിക്ഷ വിധിക്കുന്ന സമിതിയുടെ നേതൃത്വം റൈസിക്കായിരുന്നു. കണ്ണിൽ ചോരയില്ലാതെയാണ് തന്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി കേഴുന്ന ഇരകളെ റൈസി അതിക്രൂരമായി മരണശിക്ഷക്ക് ഇരയാക്കിക്കൊണ്ടിരുന്നത്. ഇസ്ലാമിക മത നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം രാജ്യത്ത് സദാചാര പോലീസ് സംവിധാനവും റൈസി ശക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ശരിയായി ഹിജാബ് ധരിച്ചില്ലെന്നാരോപിച്ച് മതകാര്യ പോലീസ് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചതിന് പിന്നാലെ 2022 സെപ്റ്റംബർ 16 മരണത്തിന് കീഴടങ്ങിയ മഹ്സ അമീനി എന്ന യുവതിക്ക് നീതി ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഇറാനിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായിരുന്നു. പ്രതിഷേധക്കാരെ വെടിവെച്ചും തൂക്കിലേറ്റിയുമൊക്കെയാണ് റൈസി അടിച്ചൊതുക്കിയത്. അതിനിടയ്ക്ക് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വങ്കയുടെ ഒരു പ്രവചനവും ഇപ്പോൾ ചർച്ചാ വിഷയമാകുകയാണ്. ഇറാനിയൻ പ്രസിഡന്റ് കൊല്ലപ്പെടുമെന്നോ അപകടത്തിൽ മരിക്കുമെന്നോ ബാബ വങ്ക പ്രവചിച്ചിട്ടില്ല. പക്ഷേ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ കാരണം പശ്ചിമേഷ്യ യുദ്ധഭൂമിയായി മാറുമെന്ന് അവർ നേരത്തെ പ്രവചിച്ചിരുന്നു. ഇതിന്റെ ഫലമായി 3-ാം ലോക മഹായുദ്ധത്തിന് വരെ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രവചനങ്ങളിലുള്ളത്. ഇതിന്റെ തുടക്കമാണ് നേരത്തെ ഇസ്രായേലിനെതിരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതും അതുപോലെ ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിച്ചതുമെല്ലാം. റൈസിയുടെ മരണത്തോടെ ഇസ്രയേലുമായുള്ള പ്രശ്നങ്ങൾ ബാബ വങ്ക പ്രവചിച്ചതുപോലെ വർദ്ധിക്കാനും സാധ്യത ഏറെയാണ്. അതിനുള്ള തുടക്കമാണോ ഈ അപകടമെന്നാണ് ബാബ വങ്കയെ വിശ്വസിക്കുന്നവർ സ്വയം ചോദിക്കുന്നത്. ബാബ വങ്കയുടെ പ്രവചനങ്ങളിൽ ചിലതെല്ലാം ഈ വർഷം യാഥാർത്ഥ്യമായിട്ടുണ്ടെന്നാണ് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തെയാകെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് ബാബ വങ്ക പ്രവചിച്ചിരുന്നു അത്രേ. ആഗോള സാമ്പത്തിക ശക്തിയിൽ മാറ്റം വരുമെന്നും പശ്ചിമേഷ്യയിലടക്കം യുദ്ധങ്ങൾ ഉണ്ടാവുമെന്നും അവർ പ്രവചിച്ചിരുന്നു. US, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം വലിയ സാമ്പത്തിക മാന്ദ്യം ഇപ്പോഴുണ്ട്. ഇതെല്ലാം ബാബ വങ്കയുടെ പ്രവചനത്തിലുള്ളതാണ്. വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം അടുത്തിടെ സംഭവിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് വിശ്വാസികളുടെ പക്ഷം. ഏതായാലും റൈസിയുടെ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിക്കുമ്പോഴും മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ. റൈസിയോടുള്ള ആദരസൂചകമായി ചൊവ്വാഴ്ച ഇന്ത്യയൊട്ടാകെ ദേശീയ ദുഃഖാചരണം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശീയ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക വിനോദ പരിപാടികൾ ഉണ്ടായിരിക്കില്ല എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. ഞെട്ടിക്കുന്നതും വളരെയധികം വേദനിപ്പിക്കുന്നതുമാണ് ഇറാനിയൻ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം റൈസിയുടെ വിയോഗം എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ശക്തമാവുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എക്കാലത്തും സ്മരിക്കപ്പെടും. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. നേരത്തെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടപ്പോഴും നരേന്ദ്രമോദി ആശങ്കയറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.